എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട്. നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണിന്റെ അടുത്തേക്ക് മനോഹർ വന്ന് ഇങ്ങനെ ദുഃഖമൊക്കെ അഭിനയിച്ച് നിൽക്കുവാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് താര ഇങ്ങോട്ടേക്ക് വരുന്നത്. താരയ്ക്ക് സഹിക്കുന്ന കാര്യമാണോ തന്റെ മോളുടെ ജീവിതം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടം വന്ന് നിൽക്കുന്നു, എന്നിട്ട് അവൻ ഭയങ്കര സങ്കടം അഭിനയിച്ചിരിക്കുന്നു. താരയ്ക്ക് സഹിച്ചില്ല. താര അങ്ങോട്ട് ചെന്നിട്ട് മനോഹറിന്റെ കോളനാണ് കീറി കുത്തിപ്പിടിച്ചു. എടാ ദുഷ്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കർണത്തടിക്കാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും സരയു കയറി പിടിച്ചു. പിന്നീട് താരനെ കൂടെ മാറ്റി വിട്ടു. വേണ്ട ആന്റി, അവനൊന്നും ചെയ്യണ്ടെന്ന് പറയണ. ഇത് കേട്ട് കഴിയുമ്പോ താര പറഞ്ഞു, ഇവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? കിരണിനെ കാണാൻ എന്തിനാ വന്നേന്ന് ചോദിക്കുക. മനോഹറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മനോഹർ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുക. പിന്നീട് താര പറഞ്ഞു, ഇവനെക്കുറിച്ചുള്ള കള്ളത്തരങ്ങളെല്ലാം ഇപ്പൊ തന്നെ സരയുവിനോട് പോയി പറയണം. അതാ ചെയ്യേണ്ടത്. ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ മോളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സരയു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, വേണ്ട, അതൊന്നും പോയി സരയുവിനോട് പറയേണ്ട കാര്യമില്ല ആന്റി. ഇപ്പൊ പോയി പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിക്കാന്നറിയല്ലോ. ആന്റിയുടെ മോളെ നഷ്ടപ്പെടും. ഇവന്റെ ചതിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സരയു പിന്നെ ജീവിച്ചിരിക്കുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? സരയു എന്തേലും കടുകൈ എന്തേലും ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവന് സന്തോഷം, പക്ഷെ ആന്റിയുടെ മോളെ നഷ്ടപ്പെടും. അതൊരിക്കലും പാടില്ല എന്ന് പറയണം. പിന്നീട് താരയോട് മനോഹർ പറഞ്ഞു, അതെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്. എന്തബദ്ധം? മിണ്ടായിരുന്നോണം എന്നൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കൊണ്ട് ഇറങ്ങി പോടാന്നൊക്കെ പറയണം. ആ സമയം കല്യാണി പറഞ്ഞു, എടാ ഇറങ്ങി പോടാ മനോഹറെ, ഇനി നീ ഇവിടെ എന്ത് കണ്ടുകൊണ്ട് നിൽക്കുവാന്ന് പറയണം. അങ്ങനെ മനോഹർ അവിടെ നിങ്ങോട്ട് ഇറങ്ങി പോരുക. പോരുന്ന വഴി മനോഹർ ചിരിക്കുവാണ്. അങ്ങനെ രക്ഷപ്പെട്ടു. ഒരുത്തന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ഇപ്പം അവളും കൂടെ ആ കല്യാണിയുടെ കാര്യത്തിലും കൂടി ഒരു തീരുമാനം എടുക്കണം. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെയാവും. രക്ഷപ്പെട്ടു എന്ന് കരുതുവാണ്. അങ്ങനെ മനോഹർ സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോരുവാണ്. ഈ സമയത്ത് താര അങ്ങോട്ട് പോയി. പിന്നീട് കിരണിന്റെ അടുത്ത് കല്യാണി ഇരിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. പിന്നീട് കിരൺ ചോദിച്ചു, അല്ല ഇന്നല്ലേ നമ്മുടെ വരുൺ വന്ദനയുടെ പിറന്നാളെന്ന് ചോദിക്കുക. അതെയോന്നോ? വരുണേട്ടന്റെ പിറന്നാൾ ഇന്നാന്ന് പറയണ. അങ്ങനെയാണെങ്കിൽ ഒന്ന് അടിച്ചുപൊളിച്ച് ആഘോഷിക്കുമല്ലോ. അതെ അതെ, അവൻ മിക്കവാറും അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. വില കൂടി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് പോകണ്ടേന്ന് ചോദിക്കുക. ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് പോട്ടെ, നമ്മളെ പറ്റിച്ചുണ്ടാക്കിയ പൈസയല്ലേ ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടൻ. അപ്പൊ അവന്റെ മകളുടെ പൈസയല്ലേ ഇവനെടുത്ത് ദൂർത്തടിച്ച് ചെലവാക്കുന്നേ. എത്ര രൂപ വേണേലും പൊടിക്കട്ടെ, അങ്ങനെയെങ്കിലും ആ പണം ഒന്ന് പോയി കിട്ടട്ടെ എന്ന് പറയണം. ഇത് കേട്ടാൻ കല്യാണി പറഞ്ഞു, അത് ശരിയാ കിരണേട്ടാ, ആ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയണം. എന്തൊക്കെയാന്ന് പറഞ്ഞാലും കുറെ കാലം നമ്മളെ പറ്റിച്ച് വഞ്ചിച്ച് ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കണം. ആ സമയത്ത് കാർത്തിക ഒരു കടയിൽ കയറി പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് പോവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗംഗാപ്രസാദ് വന്നു. ഗംഗാപ്രസാദ് നോക്കിയപ്പോഴത്തേനും കാർത്തിക കാറി കയറി പോകുന്നുണ്ട്. പറ്റിയ സമയം ഇവിടെ ഒന്ന് ഫോൺ വിളിക്കാന്ന് കരുതിയിട്ട് ഫോൺ വിളിക്കുവാണ്. അപ്പൊ കാർത്തിക് നമ്പർ വേറെ വന്നോണ്ട് ആരാ എന്താന്നും അറിയത്തില്ല. കാർത്തിക് കോൾ എടുത്തു. ഹലോ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിനക്ക് കോൾ എടുക്കാൻ അറിയാല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ കാർത്തിക് ഞെട്ടി. നീയോ? നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കാം. എനിക്ക് എന്ത് വേണമെന്ന് നിനക്ക് അറിയാലോ, അതിങ്ങോട്ട് തന്നാ മതി, ഞാനങ്ങോട്ട് പോയിക്കോളാന്ന് പറയാം. പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിട്ട് നടത്തിയോന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ അവൻ തന്റെ പുറകെ തന്നെയുണ്ട്, അത് അപകടമാണ് എന്നൊരു ചിന്ത കാർത്തിയുടെ മനസ്സിലേക്ക് വരുവാണ്. അല്ല, ഞാൻ പർച്ചേസ് നടത്തി നിന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്ക് അറിയാടി മോളെ. നീ എന്റെ കണ്ണ് മേടിച്ച് എത്ര ഓടിയാലും നിന്റെ പുറകെ തന്നെ ഞാനുണ്ട്. അധികം വൈകാതെ തന്നെ നിന്നെ ഞാൻ അങ്ങോട്ട് കാലപുരിക്ക് അയക്കാനായിട്ട് പോവാം. നീ കണ്ടോ ഈ ഗംഗാപ്രസാദ് ആരാ? നീ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയണം. പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു വിഷമമായി പോയി. കാർത്തിക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് കാർത്തിക ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. അവൻ തന്റെ പുറകെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ കൊല്ലാനും പഠിക്കത്തില്ല. ഉടനെ തന്നെ തന്റെ അരിയിലേക്ക് വരും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ തനിക്ക് അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. പാവം അമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അമ്മയോട് പറയാനും പറ്റില്ല. അതാ ടെൻഷൻ അടിച്ച് മരിക്കുള്ളൂ. അതിനേക്കാളും ഭേദം താൻ തന്നെ ഇതെല്ലാം താങ്ങുന്നതല്ലേ നല്ലത്. ചന്ദ്രസേന അങ്കിളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ ഒരു പക്ഷെ അങ്കിളിന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചേക്കും എന്നൊരു ചിന്തയൊക്കെ കാർത്തിയുടെ മനസ്സിലുണ്ടാവാണ്. ഈ സമയം കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടെ. ആ സമയം താര പറഞ്ഞു, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ് താരയും കൂടെ വന്നിട്ട് പോയി കഥ തുറക്കുവാണ്. ഗംഗാപ്രസാദായിരുന്നു വന്നേ. ഗംഗാപ്രസാദിനെ കണ്ടു കഴിഞ്ഞപ്പോ താരയ്ക്ക് ആരാ എന്താന്നും മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ കല്യാണി ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. ആരാ താരാന്റീനും ചോദിച്ചോണ്ട്. അപ്പോഴാണ് ഗംഗാപ്രസാദിനെ കാണുന്നത്. ആഹാ, ജെറിച്ചേട്ടനോ, കേറി വാ എന്ന് പറയണം. അപ്പൊ താര സംശയത്തോട് കൂടിയിട്ട് കല്യാണിയെ നോക്കണം. ഇതാരാന്ന് മനസ്സിലായില്ലേ? ജെറിച്ചേട്ടൻ കിരണേട്ടനെ രക്ഷിച്ച്. ഓ, താര ഒന്ന് പുഞ്ചിരിക്കുവാണ്. അന്ന് ജെറിച്ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ കിരണേട്ടൻ അന്ന് ജീവനോടെ പോലും ഉണ്ടാകത്തില്ല എന്ന് പറയാം. അല്ല, എന്താ ജെറിച്ചേട്ടൻ ഈ വഴിയൊക്കെ? അതെ, ഞാൻ കിരണിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. പിന്നീട് കുറച്ച് ഫ്രൂട്ട്സ് കല്യാണ്ടിയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ കിരണിനുള്ളതെന്ന് പറയണം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം.
അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ ചന്ദ്രസേന്റെ അങ്കിളിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്കിള് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അതെ അച്ഛനും ഭയങ്കര വിഷമ, പാവം വല്ലാത്ത ബുദ്ധിമുട്ടിലാന്ന് പറയണം. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ജീവൻ തിരിച്ചു കിട്ടിയില്ലോ എന്ന് പറയണം. പിന്നീട് കല്യാണി പറഞ്ഞ് ജെറിച്ചേട്ടൻ കയറി വരാൻ പറഞ്ഞ് അകത്തേക്ക് അങ്ങനെ വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, അല്ല ഇപ്പൊ കിരൺ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഓ കുഴപ്പമില്ലാന്ന് പറയാം, പക്ഷെ അതുപോലെ തന്നെ കിടപ്പ്, വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ഓർമ്മയും തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് പറയണം. അപ്പോഴേക്കും താര പറഞ്ഞു, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് താര നേരെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. പിന്നീട് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണിയും ഗംഗാപ്രസാദും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗാപ്രസാദ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ, കിരണിന് വേണ്ടിയിട്ട് ഞാൻ എന്തും തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. കിരൺ എത്രയും പെട്ടെന്ന് സൗഖ്യമാവാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ആ നിമിഷം ദൈവം എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ, അല്ലായിരുന്നെങ്കിൽ എന്തായി തീരുമായിരുന്ന അവസ്ഥ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർത്തികയുടെ കോള് കല്യാണിന്റെ ഫോണിലേക്ക് വരുന്നത്. പറ കാർത്തികേച്ചി എന്ന് പറയണം. അപ്പോഴേക്കും ഗംഗാപ്രസാദ് മനസ്സിലായി കാർത്തിയാണ്. എന്താ പറയുന്നറിയാൻ വേണ്ടി ചെവി വട്ടം കുറിപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാർത്തികേച്ചി പേടിക്കൊന്നും വേണ്ട, അവൻ വന്നിട്ടുണ്ടെങ്കിൽ കാർത്തികേച്ചിനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ലെ എന്റെ പുറകെ ഞാൻ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന് പറയണം. അതൊന്നും കാര്യമാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ധൈര്യമായിട്ട് പോയിക്കോ. അവന് ചേച്ചിനൊന്നും തൊടാൻ പോലും പറ്റില്ല. ഇവിടെ വന്നിട്ട് അവന്റെ കളി ആ വന്ന പോലെ തന്നെ പോകത്തില്ല. അവനെ ഉറപ്പായിട്ട് നമ്മളങ്ങോട്ട് കെട്ടിക്കും. കാർത്തികേച്ചി എന്തിനെ വിഷമിക്കണേ, എന്തിനു എതിരും ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചിട്ട് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. പിന്നീട് കല്യാണിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഗംഗാപ്രസാദ് ചോദിച്ചു, അല്ലെ എന്ത് പറ്റി, എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള വാർത്തയാണല്ലോ കേട്ടിരിക്കുന്നേ ചോദിക്കണം. എന്ത് പറയാനാ, എന്റെ ഒരു ചേച്ചിയുണ്ട് കാർത്തികേച്ചി, ഈ അടുത്ത കാലത്ത് അവരിങ്ങോട്ടേക്ക് വന്നേ. പക്ഷേങ്കില് ചേച്ചിനെ നിരഞ്ജന ശല്യം ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നു, ഒരു ഗംഗാപ്രസാദ്. അവന് ചേച്ചിനെ വിളിച്ച് ഭീഷണി മുഴക്കുന്നത്. അതെന്തിനാ ഭീഷണി മുഴക്കിയത്? അത് പിന്നെ ഈ പറയുന്ന ഗംഗാപ്രസാദ് കാർത്തികേച്ചിയുടെ രണ്ടാനച്ഛന്റെ മകനാന്ന് പറയാണ്. രണ്ടാനച്ഛന്റെ മോനോ? അതെ. ആഹാ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാർത്തികയുടെ ആങ്ങളെയാണല്ലോ എന്ന് പറയണം. ആങ്ങള, അവനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അവൻ അത്രയ്ക്കൊരു ദുഷ്ടനാന്ന് പറയണം. ദുഷ്ടനോ? അതെ, അവൻ അത്രയ്ക്ക് ദുഷ്ടനാ, കൊല്ലും കൊലയെന്ന് പറയുന്നത് പുത്തരിയല്ല. ജയിലൊക്കെ എന്ന് പറഞ്ഞാല് അവന് വെറും പുല്ലാണ്. കാരണം അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എത്ര തവണ ജയിലിൽ കയറിയിട്ടുണ്ടെന്ന് അവന് പോലും അറിയില്ല എന്ന് പറയാം. അല്ല ഇപ്പൊ എന്തു പറ്റി കാർത്തികയ്ക്ക്, അവനായിട്ടുള്ള പ്രശ്നം എന്താന്ന് ചോദിക്കും. അത് പിന്നെ കാർത്തികയുടെ അച്ഛനല്ല, അതായത് ഈ ഗംഗാപ്രസാദിന്റെ അച്ഛനുണ്ടല്ലോ, അയാളുടെ സ്വത്തുക്കളെല്ലാം കാർത്തികയുടെ ലക്ഷ്മിയോടെ പേരിൽ എഴുതി വെച്ചേ. ആഹാ, അത് കൊള്ളാലോ, അതെന്ത് പരിപാടിയെ കാണിച്ചേ? മോനും അവകാശമില്ല അപ്പന്റെ സ്വത്തുക്കൾക്കകത്ത് ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ എല്ലാം നശിപ്പിച്ച് കളയുന്ന ആ അച്ഛന് തോന്നി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരുടെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അത് പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ല. ആ സ്വത്തുക്കൾ മൊത്തം വേണമെന്നും പറഞ്ഞുകൊണ്ട് കാർത്തികേച്ചിനെ കൊല്ലാനായിട്ട് നടക്കും അവനെന്ന് പറയണം. ഇത് കേട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ഗംഗാപ്രസാദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിട്ടുകൂടാ, നമുക്ക് കൈകാര്യം ചെയ്യണമല്ലോ കല്യാണി ധൈര്യമായിട്ടിരിക്കുക, എന്തിനു വേദിന് ഞാൻ ഒപ്പം ഉണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം അവര് പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നേ. ഈ സമയം കിരണിനോട് കല്യാണി പറഞ്ഞു, ജെറിച്ചേട്ടൻ പാവം അല്ലേ, പാവം ജെറിച്ചേട്ടൻ, ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചല്ലോ, ഒരു മനുഷ്യൻ നമ്മളെ ഏതെങ്കിലും സമയത്തൊക്കെ സഹായിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമല്ലേ കിരണേട്ട എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരണേട്ടൻ, അത് ശരിയാ, നീ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാ എന്നൊക്കെ പറയാണ്. പിന്നീട് കിരണി ചോദിച്ചു, അല്ല ഇന്നല്ലേ പിറന്നാളാഘോഷത്തിന് ഈ പോകുന്നില്ലേ കല്യാണി എന്ന് ചോദിക്കാം. ഞാൻ പോണോ? ചെന്നവിടെ മാറിയുന്ന കാഴ്ചകളൊക്കെ ആണ്, അവൻ എന്താ കൊടുക്കണമെന്നൊക്കെ അറിയാലോ. അല്ല ഈ അവസ്ഥയിൽ കിരണേട്ടനെ ഇട്ടിട്ട് പിന്നെ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, എനിക്ക് ഓർമ്മശക്തി കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടിയില്ലേ, ഇനിയുള്ള പണി നമ്മൾ അവർക്കിട്ട് കൊടുക്കാനായിട്ട് പോണേന്ന് പറയാം. അധികം വൈകാതെ തന്നെ കണ്ടോ കാര്യങ്ങൾക്കൊരു തീരുമാനമാകുമെന്ന് പറയണ. എന്നാലും കിരണേട്ട ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയണ. അവന്റെ കുറച്ച് പൈസ അങ്ങോട്ട് പൊടിയട്ടെ, അവൻ അങ്ങനെ സന്തോഷത്തിൽ കിടന്ന് സന്തോഷം കൊണ്ട് ചേർന്ന് ഓടട്ടെ, അധികം വൈകാതെ തന്നെ അവന്റെ ഓട്ടം നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാന്ന് പറയണം. മനോഹറിട്ട് മാത്രല്ല, ഇനിയിപ്പൊ കിട്ടാൻ പോകുന്ന കളി ആ സരയനോട്ടും കൂടെ ആയിരിക്കും. ഭയങ്കര സന്തോഷത്തിലിരിക്കുമല്ലേ അവൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാന്ന് പറയണ. ആ സമയം ശാരി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കിരണിനെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിരണ കിടന്ന കിടപ്പ് പിന്നെ തന്നെയോ അല്ലെങ്കിൽ തന്നെ മോളെ പോലും തിരിച്ചറിഞ്ഞില്ല, എന്തിനേരെ പറയുന്നു, സ്വന്തം ഭാര്യനെ പോലും തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവന് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണ് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ തന്നെ മോളുടെ ചീട്ട് കീറുന്നുള്ള കാര്യം ഉറപ്പായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന